വിശദമായ വാർത്തകളിലേക്ക്. പിണറായിയുടെ തല കൊയ്യാൻ RSSന്റെ ആഹ്വാനം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയെടുക്കുന്നവന് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച RSS. മധ്യപ്രദേശിലെ RSS പ്രമുഖ ഡോക്ടർ കുന്ദൻ ചന്ദ്രാവാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. തന്റെ വസ്തു വിറ്റും തല കൊയ്യുന്നവന് പണം നൽകുമെന്നാണ് വാഗ്ദാനം. 1 करोड़ से ज्यादा का लगभग मकान है, उसका सर काट के ला दे विजयन का कोई मेरे को, वो मकान वो जायदाद में उसके नाम कर दूंगा. മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട RSS നേതാവാണ് കുന്ദൻ ചന്ദ്രാവത്ത്. ഉജ്ജയിനിയിലെ RSSന്റെ പ്രമുഖായ ചന്ദ്രാവത്ത് സ്ഥലമെമ്പി ചിന്താമണി മാൾവ്യ, MLA മോഹൻ യാദവ് തുടങ്ങിയവരെ സാക്ഷി നിർത്തി പൊതുവേദിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തല കൊയ്യണമെന്ന് ആഹ്വാനം ചെയ്തത്. തല കൊയ്യുന്നവർക്ക് 1 കോടി രൂപ പാരിതോഷികം നൽകുമെന്നും നേതാവ് പറയുന്നു. സ്വന്തം സ്ഥലം വിറ്റ് പണം നൽകും. ഗുജറാത്തിലെ വംശകലാപങ്ങൾക്ക് തുടക്കമിട്ട ഗോദ്ര സംഭവം കേരളത്തിൽ ആവർത്തിക്കുമെന്നും ചന്ദ്രാവത്ത് പ്രസംഗിക്കുന്നുണ്ട്. നേരത്തെ ഭോപ്പാൽ സന്ദർശനത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ RSS അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അതേ സംസ്ഥാനത്ത് നിന്നാണ് കൊലവിളി പ്രസംഗം ഉയർന്നിരിക്കുന്നത്. ദേശീയതലത്തിൽ പ്രസംഗത്തിനെതിരെ വൻ പ്രതിഷേധമുണ്ടായി. RSSന്റെ തീവ്രവാദ മുഖം വെളിപ്പെട്ടതായി CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. This is exactly what they have been trying to do in Kerala. People of Kerala have been defeating them, and this sort of a terror and intimidation that they have now unleashed against the democratically elected Chief Minister of Kerala is something that is completely unacceptable. CPIM പോളിറ്റ് ബ്യൂറോ പ്രസംഗത്തെ അപലപിച്ചു. നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ മംഗലാപുരത്ത് മതസൗഹാർദ്ദ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും പിണറായി വിജയനെ തടയാനും സംഘപരിവാർ ശ്രമമുണ്ടായി. RSS നേതാവിന്റെ പ്രസ്താവന ദില്ലിയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. കേരളത്തിൽ രാഷ്ട്രീയ അതിക്രമങ്ങൾ നടത്തുന്നത് ആരാണെന്ന് ഈ പ്രസ്താവനയിലൂടെ വ്യക്തമായി എന്നാണ് ചില നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത്. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. RSS ഭീഷണിയെ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘപരിവാർ പലരുടെയും തലയെടുത്തിട്ടുണ്ടെങ്കിലും തനിക്ക് യാത്ര ചെയ്യാതിരിക്കാനോ ആവില്ലല്ലോ എന്ന് പിണറായി വിജയൻ കൊച്ചിയിൽ പ്രതികരിച്ചു. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അങ്ങയുടെ തലയെടുക്കാൻ RSSന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം വരുന്നു, 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് RSS നേതാവ് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഉജ്ജയിനിലെ RSS പ്രമുഖ പറഞ്ഞേക്കുന്നത് സംഘപരിവാർ പലരുടെയും തലയെടുത്തതാണല്ലോ. അതുകൊണ്ട് നമുക്കിപ്പോൾ സഞ്ചരിക്കാതെ പറ്റില്ലല്ലോ. ഭയമില്ല. ശരി. പിണറായിക്കെതിരെ ഉയർന്ന ഭീഷണി വെളിവാക്കുന്നത് RSSന്റെ തീവ്രവാദ മുഖമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നും യെച്ചൂരി ദില്ലിയിൽ ആവശ്യപ്പെട്ടു. RSS ഭീഷണിയെ CPM പോളിറ്റ് ബ്യൂറോ അപലപിച്ചു. RSSനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും CPM വ്യക്തമാക്കി. This is a political fight. It will be fought politically. Those who are supposed to be today protecting the Constitution under oath of the Constitution, who are in government today, who are the Prime Minister today, is up to them to uphold the rule of law and democracy in our country. And if they are willingly surrendering that responsibility to the RSS, then the people will have to answer politically, and they will answer. പിണറായി വിജയന്റെ രോമത്തിൽ പോലും തൊടാൻ RSSനാകില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. CPMനോട് കളിച്ചാൽ കളി പഠിപ്പിക്കുമെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ RSSന്റെ വെല്ലുവിളികൾക്കൊന്നും ഒരിക്കലും കീഴടങ്ങിയിട്ടില്ല. കേരളത്തിൽ തന്നെ CPIMന്റെ 205 പ്രവർത്തകന്മാരെ RSSകാർ ഇതിനകം തല കൊയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് CPMനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വെല്ലുവിളികൾ ഒരു പുതിയ കാര്യമല്ല. പക്ഷേ പിണറായി വിജയന്റെ ഒരു രോമം പോലും തൊടാൻ RSSകാർക്ക് കഴിയില്ല എന്നവർ മനസ്സിലാക്കണം. RSSകാർ CPMനോട് കളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ RSSകാരെ CPM കളി പഠിപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ വധഭീഷണിയിലൂടെ RSSന്റെ ഭീകരമുഖം മറനീക്കിയിരിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. നരേന്ദ്രമോദി ഭരണത്തിന്റെ തണലിൽ സംഘപരിവാർ അഴിഞ്ഞാട്ടം രാജ്യത്തെ ഭീകരമായ അവസ്ഥയിലെത്തിച്ചെന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. വധഭീഷണി ജനാധിപത്യത്തിനും മതേതരത്വത്തിനും നേരെയുള്ള വെല്ലുവിളിയാണ്. ഇതിനോട് പ്രധാനമന്ത്രിയും RSS ദേശീയ നേതൃത്വവും പ്രതികരിക്കണം. കുന്ദൻ ചന്ദ്രാവത്തിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യുകയും ഭീകരനിരോധന നിയമപ്രകാരമുള്ള നടപടികൾ എടുക്കുകയും ചെയ്യണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. RSSന്റെ കൊലവിളിക്കെതിരെ സംസ്ഥാന വ്യാപകമായി നാളെ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാനും സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്തു.
നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ജിഷ്ണു പ്രണോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലാണ് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തുവെങ്കിലും പ്രേരണ കുറ്റമോ ഗൂഢാലോചനയോ തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് കോടതി വിലയിരുത്തി. കൃഷ്ണദാസ് കോളേജിൽ പ്രവേശിക്കരുതെന്നും അന്വേഷണത്തെ സ്വാധീനിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. അതേസമയം രണ്ടാം പ്രതി സഞ്ജിത് വിശ്വനാഥിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കാരണകാലത്ത് നെഹ്റു കോളേജിൽ പ്രവേശിക്കുകയോ കോളേജിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ ചെയ്യരുതെന്ന നിബന്ധനയോടെയാണ് കൃഷ്ണദാസിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. പാസ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറണം, അന്വേഷണത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. എന്നാൽ ജിഷ്ണു പ്രണോയിയുടെ മരണത്തിൽ കൃഷ്ണദാസിനെതിരെ പ്രേരണാകുറ്റമോ ഗൂഢാലോചന കുറ്റമോ നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജിഷ്ണുവിന്റെ മരണവുമായി കൃഷ്ണദാസിനെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന തെളിവുകളൊന്നും കണ്ടെത്താനാവാത്ത സാഹചര്യത്തിലാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ CP ഉദയഭാനു ശക്തമായി എതിർത്തു. കൃഷ്ണദാസിനെതിരെ ശക്തമായ തെളിവുകളും മൊഴികളും ഉള്ളതായി പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ കേസ് ഡയറിയും മൊഴികളുടെ പകർപ്പും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കോടതി പരിശോധിച്ചു. മരണത്തിൽ കൃഷ്ണദാസിന്റെ പങ്ക് തെളിയിക്കാൻ ആവശ്യമായവ കണ്ടെത്താനായില്ലെന്ന് കോടതി വിലയിരുത്തി. എന്നാൽ ജിഷ്ണു പ്രണോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളിൽ കോടതി ഇടപെട്ടില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തകൾ തുടരുന്നു. പി കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യം പ്രതീക്ഷിച്ച വിധിയെന്ന് ജിഷ്ണുവിന്റെ ബന്ധുക്കൾ. സർക്കാർ എല്ലാവിധ സഹായവും നൽകിയിട്ടുണ്ട്. കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സർക്കാർ സമീപിക്കണം. ആവശ്യമുന്നയിച്ച് ബന്ധുക്കൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുമെന്നും ബന്ധുക്കൾ പറഞ്ഞു. കൃഷ്ണദാസിനെ പെട്ടെന്ന് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്താലാണ്, ജയിലിലടച്ചാലാണ് ഈ മക്കളെല്ലാം സത്യം വിളിച്ചു പറയും. ഇവർക്ക് പേടി കാരണം ഈ മക്കളൊന്നും സത്യം പറയുന്നില്ല. അതുകൊണ്ട് ഇവരെ പെട്ടെന്ന് തന്നെ ജയിലിലടക്കണം. ഇവർക്ക് ജാമ്യം കൊടുക്കാറ് 28-ാം തീയതിൻ്റെ ഉള്ളിൽ തന്നെ ഇവരെ ജയിലിലടക്കണം. 28-നുള്ളിൽ ഇവരെ അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്ത് ഭരണസ്തംഭനം നിലനിൽക്കുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് ചർച്ച അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതേസമയം സംസ്ഥാനത്ത് ഒരു തരത്തിലുമുള്ള ഭരണസ്തംഭനവും ഇല്ലെന്നും ജനങ്ങളിൽ സംശയത്തിന്റെ പുകമറ സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. എന്നാൽ ബിനാമികളെയും ചാവേറുകളെയും ഉപയോഗിച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ കോടതിയിൽ പോരടിക്കുകയാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു. സംസ്ഥാനത്ത് സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥർ തമ്മിൽ പോരടിക്കുകയാണെന്നും ഇതുമൂലം ഫയലുകൾ കെട്ടിക്കിടക്കുകയാണെന്നും സംസ്ഥാനത്ത് ഭരണസ്തംഭനമാണെന്നും VD സതീശൻ സഭയിൽ അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിൽ ആരോപിച്ചു. ഉദ്യോഗസ്ഥർ ഏജന്റുമാരെ വെച്ച് പരസ്പരം പരാതികൾ കൊടുപ്പിക്കുന്ന സ്ഥിതിയാണുള്ളത്. ആത്മവിശ്വാസം കെട്ട നിലയിലാണ് ഉദ്യോഗസ്ഥർ. ഇതുമൂലം മന്ത്രിസഭാ തീരുമാനങ്ങൾ പോലും നടപ്പാക്കുന്നില്ലെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. വിജിലൻസ് കൂട്ടിലിട്ട തത്തയല്ല, മറിച്ച് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ തൊഴുത്തിൽ കെട്ടിയ പശുവാണെന്നും VD സതീശൻ പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷം കൊണ്ടുവന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് ഒരു തരത്തിലുമുള്ള ഭരണസ്തംഭനവുമില്ലെന്നും സഭയിൽ വ്യക്തമാക്കി. ഉദ്യോഗസ്ഥർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, എന്നാൽ അഭിപ്രായ ഭിന്നതയില്ല. കഴിഞ്ഞ 9 മാസത്തിനിടെ തന്റെ മുന്നിൽ വന്ന 18,000 ഫയലുകളിൽ 17,800 എണ്ണവും തീർപ്പ് കൽപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർ, ഇവിടെ ഒരു തരത്തിലുള്ള ഭയവും നമ്മുടെ ഉദ്യോഗസ്ഥരിൽ നിലനിൽക്കുന്നില്ല. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ ആകെ സ്വാഭാവികമായും സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചു പോകുന്നത്. അനാവശ്യമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതില്ല എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മൂലധന ചെലവിൽ കുറവ് വന്നിട്ടില്ല, കൂടാതെ വികസന പദ്ധതികളിൽ കുറവ് ഉണ്ടായിട്ടില്ലെന്നും ഉദ്യോഗസ്ഥരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളെ ഭിന്നതയാക്കി ചിത്രീകരിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കരുതെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. ബിനാമികളെ വെച്ച പരാതികൾ നൽകി IAS IPS ഉദ്യോഗസ്ഥർ കോടതിയിൽ പോരടിക്കുന്നുവെന്നും 9 മാസത്തെ ഭരണത്തിൽ ഫയലുകൾ ഉറങ്ങുകയാണെന്നും തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഫലപ്രദമായ ഇടപെടൽ നടത്താൻ മുഖ്യമന്ത്രിക്കായില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. വിഷയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. നിയമസഭയിൽ നിന്ന് സുനിൽ അരുമാനൂർ. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിലൂടെ നൽകിയ ഉപയോഗയോഗ്യമല്ലാത്ത ഭൂമി മാറ്റി നൽകുമെന്ന് റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ. 21,000 പേർക്ക് കൂടി നൽകാനുള്ള ഭൂമി കണ്ടെത്തിയതായും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. റോഡ് വെട്ടിപ്പൊളിക്കുന്നതിനെ തുടർന്ന് പ്രതിവർഷം 3,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുന്നതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ അറിയിച്ചു. സ്വാശ്രയ പ്രശ്നം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് പറഞ്ഞു. ശ്രദ്ധ ക്ഷണിക്കൽ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. സ്റ്റാറ്റ്യൂട്ടറി അധികാരമുള്ള സ്റ്റുഡന്റ് വെൽഫെയർ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു.
ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിലൂടെ ഇതുവരെ 58,398 പേർക്ക് ഭൂമി അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 45,654 പേർക്ക് പട്ടയം നൽകുകയും 30,650 പേർക്ക് ഭൂമി ലഭിക്കുകയും ചെയ്തു. 14,903 പേർക്ക് ഇനിയും ഭൂമി നൽകാനുണ്ട്. വിതരണം ചെയ്തതിൽ ഉപയോഗയോഗ്യമല്ലാത്ത ഭൂമി മാറ്റി നൽകുമെന്നും റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. 14 ജില്ലകളിലായി 52,398 കുടുംബങ്ങൾക്ക് ഭൂമി അനുവദിച്ചിരുന്നു. എന്നാൽ അനുവദിച്ച ഭൂമി ചട്ടപ്രകാരം ബന്ധപ്പെട്ട ഗുണഭോക്താക്കൾക്ക് കൈമാറാൻ കഴിഞ്ഞിരുന്നില്ല. കൈമാറി കഴിഞ്ഞ പ്ലോട്ടുകളെ സംബന്ധിച്ച് വീട് വെക്കാൻ അനുയോജ്യമല്ല എന്നും വഴി സൗകര്യം ലഭ്യമല്ല എന്നും തരത്തിലുള്ള ആക്ഷേപങ്ങൾ വ്യാപകമായി ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനാൽ ആക്ഷേപങ്ങളിൽ അന്വേഷണം നടത്തി തികച്ചും അനുയോജ്യമല്ലാത്ത ഭൂമികൾ വിതരണം ചെയ്ത കേസുകളിൽ അവ മാറ്റി നൽകാനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ശ്രമിച്ചു വരുന്നത്. കൂടാതെ വിതരണം ചെയ്യാൻ അവശേഷിക്കുന്ന പ്ലോട്ടുകൾ ചട്ടപ്രകാരം കൈമാറുന്ന നടപടികളും നടന്നുവരുന്നു. 21,000 പേർക്ക് കൂടി നൽകാൻ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. നെൽവയൽ തണ്ണീർത്തട നിയമ ഭേദഗതി നടപ്പാക്കുന്നതിലെ അപാകതകൾ പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് റോഡുകൾ വെട്ടിപ്പൊളിക്കുന്നതിനെ തുടർന്ന് പ്രതിവർഷം 3,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുന്നതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. വർഷാവർഷം 5,000-ൽ പരം സ്ഥലങ്ങളിൽ റോഡ് പൊളിക്കുന്നുണ്ട്. പൊളിക്കുന്നവർ തുക കെട്ടിവെക്കുന്നുണ്ടെങ്കിലും റോഡ് പഴയപടിയാകുന്നില്ലെന്നും വലിയ ക്രമക്കേടുകൾ നടക്കുന്നതായും മന്ത്രി അറിയിച്ചു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് 13,553 പരാതികൾ ലഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു. 62 കേസുകളിൽ എഫ്ഐആർ ഇട്ടു. വകുപ്പ് തല ഉദ്യോഗസ്ഥർ പ്രതിയായ 34 കേസുകളുണ്ടെന്നും മുഖ്യമന്ത്രി രേഖാമൂലം സഭയെ അറിയിച്ചു. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് നാളെ. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ആദ്യ ജെൻഡർ ബജറ്റാകാം ഇത്തവണത്തേതെന്ന് ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു. വിലക്കയറ്റം നേരിടാനുള്ള നടപടികൾക്ക് പ്രാധാന്യം നൽകും. സഹകരണ മേഖലയ്ക്ക് ബജറ്റ് വലിയ പിന്തുണ നൽകും. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കാനുള്ള നടപടികളും ബജറ്റ് വിഭാവനം ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ വലിയ ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ബജറ്റ് നാളെ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് അവതരിപ്പിക്കുക. ആദ്യ ജെൻഡർ ബജറ്റ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഈ ബഡ്ജറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പുതിയ കാര്യം, അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റുകൾ, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് എല്ലാം സമാഹരിച്ച് ഒരു പ്രത്യേക രേഖയാക്കി മുഴുവൻ പേർക്കും കൊടുക്കുന്നു. അതിനാണ് ജെൻഡർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ആദ്യത്തെ ജെൻഡർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റായിരിക്കും ഇത്തവണത്തെ ബഡ്ജറ്റ്. റേഷനിംഗ് സമ്പ്രദായത്തിൽ തിരിച്ചടി വന്ന സാഹചര്യത്തിൽ സംസ്ഥാനം വിലക്കയറ്റം നേരിടുകയാണ്. ഈ സാഹചര്യത്തിൽ വിപണി ഇടപെടലിന് ബജറ്റ് ഊന്നൽ നൽകും. നോട്ട് പ്രതിസന്ധിയുടെ പ്രത്യാഘാതങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തവണത്തെ ബജറ്റ്. പ്രതിസന്ധി നേരിടുന്ന സഹകരണ മേഖലയ്ക്ക് വലിയ പിന്തുണ നൽകും. KSRTC ഉൾപ്പെടെയുള്ള മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ലാഭത്തിനാക്കാനുള്ള നടപടികളും ബജറ്റിലുണ്ടാകുമെന്ന് ധനമന്ത്രി പറയുന്നു. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തുനിന്ന് പോലെ സമയബന്ധിതമായിട്ട് മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും ലാഭകരമാക്കുന്നതിന് വേണ്ടിയുള്ള അടിത്തറ ഈ ബഡ്ജറ്റ് ഇടും. അതിൽ KSRTC സംബന്ധിച്ച് ബഡ്ജറ്റിൽ അതിൻ്റെ ഔട്ട്ലൈൻ വെക്കും. സഹകരണ മേഖലയ്ക്ക് വലിയ പിന്തുണ നൽകേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് വരൾച്ച, ജലസംരക്ഷണം, പാരിസ്ഥിതിക വിഷയങ്ങൾ എന്നിവയിലും ഇടപെടലുകൾ ഉണ്ടാകും. നികുതി വരുമാനം ഉയർത്താനും വലിയ നിക്ഷേപങ്ങൾക്കും ബജറ്റ് വഴി തുറക്കുമെന്നും ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മോശമെന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. ധനകാര്യ സ്തംഭനാവസ്ഥയിൽ നിന്ന് കരകയറാനുള്ള സാധ്യത വിദൂരമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. നോട്ട് പ്രതിസന്ധി സംസ്ഥാനത്തെ 56% സാമ്പത്തിക പ്രവർത്തനങ്ങളെയും ബാധിച്ചു. 2016-17 സംസ്ഥാനത്തിന്റെ വരവും ചെലവും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയും അവലോകന റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നു. സാമ്പത്തിക കെടുകാര്യസ്ഥത 2011 മുതൽ 2015 വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ മോശമാക്കിയെന്ന് നിയമസഭയിൽ വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. ധനസ്ഥിതി നിലവിലും മോശമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ധനകാര്യ സ്തംഭനാവസ്ഥയിൽ നിന്നും കരകയറാനുള്ള സാധ്യത വിദൂരമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാന സമ്പദ് വ്യവസ്ഥയുടെ 56% പ്രവർത്തനങ്ങളെയും നോട്ട് പിൻവലിക്കൽ ബാധിച്ചു. പ്രതിസന്ധി കാരണം അടുത്ത സാമ്പത്തിക വർഷം റവന്യൂ വരുമാനം കുറയുകയും റവന്യൂ ധനകമ്മ്യാന്തരം വർദ്ധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കാർഷിക മേഖലയും ഗുരുതരമായ പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത്. കൃഷിഭൂമിയിൽ കുറവും കാർഷികേതര ഭൂമിയിലും തരിശുഭൂമിയിലും വർധനവുമുണ്ടായി.
സംസ്ഥാനത്തെ വരൾച്ചയിലും റിപ്പോർട്ട് ആശങ്ക പ്രകടിപ്പിച്ചു. കാർഷിക വൈദ്യുത ഉൽപാദനത്തെയും വരൾച്ച പ്രതികൂലമായി ബാധിക്കും. കുടിവെള്ള ലഭ്യത കുറയുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നാണ്യവിളകളിൽ പ്രധാനപ്പെട്ട റബ്ബർ, കാപ്പി എന്നിവ തകർച്ചയിലാണ്. നാളികേര മേഖലയും തകർച്ചാ ഭീഷണി നേരിടുന്നു. അതേസമയം 2016-17 സംസ്ഥാനത്തിന്റെ വരവും ചെലവും വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയും അവലോകന റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നു. റവന്യൂ വരുമാനത്തിൽ 22.58%, നികുതി വരുമാനം 20.1%, നികുതിയേതര വരുമാനത്തിൽ 34.82% വളർച്ചയുമാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ആകെ ചെലവിൽ 24.09% വളർച്ച പ്രതീക്ഷിക്കുമ്പോൾ മൂലധന ചെലവ് കുറയുമെന്നാണ് കരുതുന്നത്. സംസ്ഥാനത്തിന്റെ പൊതു ആഭ്യന്തര കടവും വർദ്ധിക്കുമെന്നാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആതിരപ്പള്ളി പദ്ധതിയിൽ അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയ ശേഷം മാത്രം മുന്നോട്ട് പോകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മദ്യനയം ഏപ്രിൽ 1 മുൻപ് LDF-ൽ ചർച്ച ചെയ്യും. മദ്യനയം സംബന്ധിച്ച് പുറത്തുവരുന്ന മാധ്യമ വാർത്തകൾ തെറ്റെന്നും കോടിയേരി പറഞ്ഞു. അഴിമതിക്കിടം നൽകാതെയുള്ള നയമായിരിക്കും LDF-ന്റേതെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. റിപ്പോർട്ടുകൾ പരിശോധിച്ച് LDF-ന്റെ സംസ്ഥാന കമ്മിറ്റി ഇത് സംബന്ധിച്ചൊരു നയം രൂപീകരിക്കും. LDF അത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോവിൽ ചില കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ മാനിഫെസ്റ്റോവിനെയും കൂടി അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നയ രൂപീകരണം നടത്തുക. UDF സ്വീകരിച്ചതുപോലെ ബാർ കുംഭകോണം നടത്താൻ വേണ്ടിയുള്ളൊരു മദ്യനയം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അംഗീകരിക്കാൻ പോകുന്നില്ല. അതിരപ്പള്ളി സംബന്ധിച്ച് അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയിട്ട് മാത്രമേ പദ്ധതി നടപ്പാക്കൂ. പാലക്കാട്ടെ നെൽപ്പാടങ്ങൾ കരിഞ്ഞുണങ്ങുന്നു. മികച്ച പാടശേഖരത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ മുണ്ടൂർ പൊരിയാനി പാടശേഖരത്തിന്റെ 23 ഹെക്ടർ നെൽകൃഷി വെള്ളം കിട്ടാതെ നശിച്ചു. ഇത്തവണ രണ്ടാം വിള പേരിന് മാത്രമായ പാലക്കാട് ജില്ലയിൽ ഉൽപാദനം മുൻപൊന്നുമില്ലാത്ത വിധം ഇടിഞ്ഞു. ഇതുവരെ ഇങ്ങനെ ഒരു ഉണക്കം ഉണ്ടായിട്ടില്ല. നമ്മുടെ പാടശേഖരത്തിൽ ഉണ്ടായിട്ടില്ല. എപ്പോഴും വെള്ളം ഉണ്ടാവുന്നതും നനവുള്ളതും നെല്ല് നല്ലപോലെ കിട്ടുന്ന ഒരു പാടശേഖരമാണ്. അപ്പോൾ പാരപ്പഞ്ചെങ്കിലും പകുതിയെങ്കിലും കിട്ടുന്ന ഒരു പരിസ്ഥിതിയും കൂടെ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ഏറെ പ്രതീക്ഷയോടെ രണ്ടാം വിള ഇറക്കിയ നെൽപ്പാടമാണ് വെള്ളമില്ലാതെ ഉണങ്ങി നശിക്കുന്നത്. കാഴ്ചയിൽ വിളഞ്ഞു നിൽക്കുന്നു എന്ന് തോന്നുമെങ്കിലും കതിരുകൾ വെള്ളക്കുറവ് കാരണം പതിരായി കഴിഞ്ഞു. കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ജനുവരി 5 ശേഷം മലമ്പുഴ കനാൽ വെള്ളം ലഭിക്കാതായതാണ് പൊരിയാനി പാടശേഖരക്കാർക്ക് തിരിച്ചടിയായത്. രണ്ടാം വിള ഇറക്കരുതെന്ന് മുന്നറിയിപ്പുണ്ടായിട്ടും തരിച്ചിടാനുള്ള താല്പര്യക്കുറവാണ് പലരെയും കൃഷിയിറക്കാൻ പ്രേരിപ്പിച്ചത്. നെല്ല് കൊയ്യാനാകട്ടെ പറഞ്ഞിട്ടില്ല നോക്കണം, ഈ മുള്ള വൈക്കോല് ഉണങ്ങാനാകട്ടെ പറഞ്ഞിട്ട് ഇനി അത് കൊയ്തെടുക്കണം പറഞ്ഞിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ കൃഷിക്കാരൻ്റെ നോക്കുന്നത്. ഇനി ഒരു 10 ദിവസത്തോളം കൂടിയായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഉണങ്ങും. അതിൽ വലിയൊരു നഷ്ടമാണ് ഞങ്ങൾക്ക്. എല്ലാ വർഷവും ഞങ്ങൾക്ക് ഇവിടെ ഒരു ഹെക്ടറിന് ഒരു 2 ടണ്ണ് 3 ടണ്ണ് വരെ കിട്ടുന്നത് ഇപ്പോൾ അരപ്പറ നെല്ലും കൂടി കിട്ടാത്തൊരവസ്ഥയാണ്. മാർച്ച് ആദ്യവാരം കൊയ്ത് നടക്കുന്ന പാടത്ത് വൈക്കോൽ കൊയ്തെടുക്കേണ്ട ദുർഗതിയിലാണ് കർഷകർ. എങ്കിലും കാലാവസ്ഥ കനിയുമെന്ന പ്രതീക്ഷയിൽ അടുത്ത വിളയിറക്കാനുള്ള തയ്യാറെടുപ്പും കർഷകർ ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.